നമുക്ക് ഇന്ന് കളിയടയ്ക്ക അല്ലെങ്കിൽ ചിലരുടെ ഭാഗത്ത് അരിയുണ്ട എന്ന് പറയുന്നത് ഉണ്ടാക്കാം. അതിന് വേണ്ടത് ആദ്യം തേങ്ങ, പിന്നെ കുറച്ച് ജീരകം, ജീരകവും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം. നമ്മൾ തേങ്ങയും ജീരകവും ഇട്ടു. ഇനി നമുക്ക് ഉപ്പിട്ടു. നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കും. ഇപ്പം നമ്മൾ തേങ്ങയും ജീരകവും ഉപ്പും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുത്ത മിശ്രിതമാണ് ഇത്. ഇനി നമ്മളിത് അരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 1/2 കിലോ അരിപ്പൊടിയാവും. 1/2 കിലോ 3/4 കിലോ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഒരു ഏകദേശം കൈയളവ് എന്ന് പറയാം. അതിൽ ഒരു 1/2 കിലോയ്ക്കൊരു ഒരു മുറി തേങ്ങാവെള്ളം ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തേങ്ങയും ജീരകവും ഉപ്പും കൂടി ചേർത്ത് അരച്ച മിശ്രിതം അരിപ്പൊടിയിലേക്ക് ഇട്ടു. അതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനിയും ചെറിയ ചൂടുവെള്ളം ലൂക്ക് വാം വാട്ടർ ഒഴിച്ചിട്ടാണ് നമ്മൾ സാധാരണ നൂൽപുട്ടിന് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇതൊന്ന് കുഴച്ചൊരു ചപ്പാത്തിയുടെ ഡോ പോലെ ആക്കി വയ്ക്കും. ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന തരത്തിലേക്ക് ആക്കി വയ്ക്കും. ഈ മിശ്രിതം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് കുറേശ്ശെ ചെറു ചൂടുവെള്ളം നമുക്ക് കുഴച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ഡോവ് റെഡിയാണ്. ഒത്തിരി ലൂസാകാണ്ട് സൂക്ഷിക്കുക. ഇനി നമുക്കതിനെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് കൊഴുക്കട്ടയുടെ അതേ രീതിയിൽ വളരെ വലിപ്പം കുറച്ച് ചെറിയ ചെറിയ ബോളുകളാക്കി വയ്ക്കുക. പിന്നെ എണ്ണ ചൂടാക്കി ഇടാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ബോളാക്കി വയ്ക്കാം. അപ്പം നമ്മൾ നേരത്തെ വെച്ചിരുന്ന മാവ് കുഴച്ചത് വെച്ച് നമ്മളതിൻ്റെ ഉരുളകളാക്കി കളി അടയ്ക്ക, ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള അടയ്ക്ക അല്ലെങ്കിൽ അരി ഉണ്ടാകുന്ന പറയും. നമ്മളിനി ഓരോന്നായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഏകദേശം നമ്മൾ മുറുക്കൊക്കെ വെക്കുന്ന പോലെ കുറച്ച് മൂക്കണം. ഇത് മുറുക്ക് പോലെ നോക്കിയാൽ പോരാ. നമ്മളിതിലെ ഒരു കളിയടക്ക എടുത്ത് നമ്മളത് പൊട്ടിച്ച് നോക്കണം അകം വെന്തിട്ടുണ്ടെന്നുള്ളത്. മുറുക്ക് പോലെ അത്ര പുറമേ കണ്ടിട്ട് മാത്രം എടുക്കാൻ പാടില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ കിടക്കണം. ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന കണക്കിൽ ഒരെണ്ണെടുത്ത് നോക്കണം, അത് മനസ്സിലാവും. ബാക്കി കോരിയെടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നുണ്ടാക്കിയ നമ്മുടെ കളിയടക്ക റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ നമ്മൾ വരുന്നതായിരിക്കും. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.